ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ കിച്ചൺ പരിപാടികളിലേക്ക് കടന്നു. എല്ലാവരും പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഉറങ്ങാൻ കയറി. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം മുട്ടക്കറിയാണ്. അപ്പോൾ അതിനുള്ള ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇടിയപ്പത്തിനുള്ള പൊടിയൊക്കെ വാട്ടി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ച കഴിഞ്ഞ് നാളെ ന്യൂ ഇയർ പ്രമാണിച്ച് ഒരു ചെറിയൊരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ രാവിലെ പണികളൊക്കെ അങ്ങനെ ചടപടയെന്ന് തീർക്കുവാണ് കേട്ടോ. അങ്ങനെ ഇടിയപ്പമാക്കി. മോനിക്ക് ചെറിയ ആൾക്ക് മാഷ്ഡ് പൊട്ടറ്റോ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ അവനിക്ക് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ബട്ടറും പാലൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ വെയിറ്റ് ലോസ് ഉള്ള കുട്ടികൾക്കൊക്കെ, ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം. മാഷ്ഡ് പൊട്ടറ്റോ നല്ലപോലെ സ്മാഷ് ചെയ്ത് അതിലേക്ക് പാലൊഴിച്ച് ബട്ടർ ചൂടാക്കി അതിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ എണീറ്റ് വന്നിട്ടുണ്ട്. ആസിമിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചായ കുടിച്ച് ഇങ്ങനെ പേപ്പറൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറായപ്പോൾ മോന് ചെറിയൊരു ഛർദി പോലെ വന്നു. 2-3 തവണ അവൻ ഛർദ്ദിച്ചു. ഫുഡൊക്കെ കഴിച്ചതാണ്. അപ്പോൾ മൂന്നാമതും ഛർദ്ദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട. പിന്നെ പറഞ്ഞു അങ്ങനെയൊക്കെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് നോട്ട്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവനെ അതിന് വേണ്ടി ഇരുത്തി. പാക്കിങ് എന്നും ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഹംദാനെ, അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ പേളി മാണിയുടെ ടൊമാറ്റോ റൈസും ചെമ്മീൻ ഫ്രൈ ചെയ്യാം എന്നാണ് ഉച്ചയ്ക്ക് വിചാരിച്ചത്. പക്ഷെ മോന് അങ്ങനെ വയ്യാതെ ആയപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. അപ്പോൾ കൂടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, ആൾ ചോക്ലേറ്റ് ജ്യൂസ് കുറച്ച് കുടിച്ചു. അപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ള വരവാണ് കേട്ടോ. മോന് കഞ്ഞി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കഞ്ഞിയായിരുന്നു. ജസ്റ്റ് കഞ്ഞി കുടിച്ചു. ഉടനെ തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. അതല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരെയും ആദ്യം ഞാൻ പുറത്തേക്ക് ഇറക്കും. എന്നിട്ട് വീടൊന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ ഇറങ്ങണേ. ഞാനിന്ന് ലാസ്റ്റാണ് ഇറങ്ങണേ. അപ്പോൾ ഇവർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയേക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ താഴെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ അവർ വന്നു. നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തേക്കുന്നത് ഉമ്മുൽക്കോയിലാണ്. അങ്ങനെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ റിസോർട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പാൽമ ബീച്ച് റിസോർട്ടാണ്. അപ്പോൾ അവിടെ ബീച്ച് സൈഡാണ്. അപ്പോൾ വെടിക്കെട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. ഡിന്നറും ബൊഫെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമാധാനപരമായിട്ട് കാണാമല്ലോ നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കണത്. കാരണം ദുബായിൽ എവിടെയും ഇന്ന് ഭയങ്കര ക്രൗഡായിരിക്കും. വൃത്തിയായിട്ട് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കാണുന്നെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു റൂമൊക്കെ എടുത്ത് നിൽക്കുന്നതാണ്. കാരണം എവിടെ ചെന്നാലും 4 മണി 5 മണി കഴിഞ്ഞാൽ ഷെയ്ഖ് സായിദ് റോഡെല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളും കയാക്കും ഫിഷിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. ചെന്ന പാടെ മക്കൾക്ക് ആസ് യൂഷ്വൽ വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ അവർ വെള്ളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തായാലും കയറി വന്നു. ബാക്കി അവരൊക്കെ വെള്ളത്തിൽ ഒരുപാട് നേരം, ഞാനും ഇറങ്ങി വെള്ളത്തിൽ, പിന്നെ മക്കളും അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 8:30-9 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അവർ അവിടെ തന്നെ വലിയൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയിൽ തന്നെയാണ് അവർ ഡിന്നർ ബൊഫയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി കുറേശ്ശെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആക്കി ഇരിക്കുമ്പോഴത്തേനും 12 മണിയൊക്കെ ആവുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടായിരുന്നു. ഒരുപാട് സാലഡുകളും ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഷവർമ, കബാബുകൾ, സ്വീറ്റൊക്കെ ഒരു 5-6 ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വന്ന് ഉടനെ സൂപ്പൊക്കെ കുടിക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇത്. കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 11 മണിയായപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നേരെ ബീച്ച് സൈഡാണല്ലോ വെടിക്കെട്ടും കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾ വന്ന് നോക്കി നിന്നത് ഞങ്ങൾ വെടിക്കെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായി പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് 11:59 വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് സംഭവം എന്ന് മനസ്സിലാക്കിയത്. പിന്നെ വേഗം ഇപ്പുറത്തേക്ക് വന്നാലും കറക്റ്റ് വ്യൂവിൽ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. എന്നാലും അൽഹംദുലില്ലാ കുറച്ചൊക്കെ കണ്ടു. അങ്ങനെ നേരെ 12
ആയപ്പോൾ റൂമിലേക്ക് പോന്നു. രാവിലെ എണീറ്റ് ബീച്ചിൻ്റെ സൈഡിൽ വന്നിക്കാൻ നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റും നല്ല വ്യൂ ആണ്. അപ്പോൾ ചെറിയ കുട്ടികളെല്ലാവരും കയാക്കിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾസ് ഉറക്കമാണ്. അപ്പം നമ്മുടെ റൂം താഴെ, മക്കൾക്ക് മുകളിൽ അങ്ങനെയായിട്ടായിരുന്നു കേട്ടോ റൂം. അപ്പം മുകളിലെ മക്കളുടെ റൂം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുകളിൽ വന്നൊന്ന് നോക്കിയതാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെയാണ് കുറച്ചും കൂടി ഭംഗി, ബാൽക്കണി വ്യൂ ഒക്കെ മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയതാണ്. അങ്ങനെ മക്കളെയൊക്കെ എഴുന്നേൽപ്പിച്ച് അവരെയും കയാക്കിങ്ങിനെ വിട്ടു. ഞാനൊക്കെയും അത് കഴിഞ്ഞ ഉടനെ പോയി. പക്ഷേ വീഡിയോയിലില്ല, ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ പേര് ഫിഷിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഫിഷിംഗ് ആണ് കേട്ടോ. അത് എവിടെ കണ്ടാലും അത് മൂപ്പര് കുറേ നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പോൾ ആളും മീൻ കിട്ടാനോ കിട്ടാതിരിക്കാനോ വേണ്ടിയിട്ടല്ല, അത് ആൾക്കുടെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ ആൾ കുറേ നേരം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കുറച്ച് ലേറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അങ്ങനെ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുകളായിരുന്നു. എല്ലാം കഴിച്ചു. അങ്ങനെ ഒരു 12-1 മണിയായപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. അങ്ങനെ ഇറങ്ങിയിട്ട് അടിപൊളി, എന്തായാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല റിസോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട്, എല്ലാവർക്കും അടിപൊളി വർഷമായിരിക്കട്ടെ വരുന്ന വർഷം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.